guys, welcome back to another day in my life. ഇന്ന് ഡിസംബർ 31 ആണ് 2024 അവസാനത്തെ ദിവസം. അപ്പോൾ ഇതെൻ്റെ ഈ വർഷത്തെ അവസാനത്തെ വ്ളോഗാണ്. നാട്ടിലെന്തായാലും ന്യൂ ഇയർ ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് നടക്കട്ടെ. നല്ലൊരു അടിപൊളി ഇയർ ആവട്ടെ, നിങ്ങളുടെ ഇയർ ആവട്ടെ 2025. എനിക്ക് എന്തായാലും ന്യൂ ഇയർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും എനിക്ക് ജോലിയുണ്ട്. 10 മണിക്കാണ് ജോലി തുടങ്ങുന്നത്. ഇപ്പം സമയം 9:10 ആയിട്ടുണ്ട്. സമയമുണ്ടെന്ന് വിശ്വസിക്കുന്നു. മുടി ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു 1 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു, എൻ്റെ വെറുതെ ഒരു കൗതുകത്തിന് ഞാൻ ഓർത്തു ഞാൻ പെട്ടെന്ന് ഒരു ദിവസം സ്കിൻ കെയർ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്ത്, ഫേസ് വാഷും യൂസ് ചെയ്തിട്ട് അത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് മുഖം കഴുകുന്നു, മോയ്സ്ചറൈസർ തേക്കുന്നു, സൺസ്ക്രീൻ തേക്കുന്നു, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മുഖത്ത് മുഴുവൻ കുരുക്കൾ വരുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും, ഫുള്ള് കുരുവാണ്. ഇങ്ങനെ ഇവിടെ ഒരു 3-4 എണ്ണം, പിന്നെ ഈ സൈഡിലും നിറച്ച് ഇങ്ങനെ ഒരു 5-6 എണ്ണം, പിന്നെ നെറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കുരുവൊക്കെ വരാൻ തുടങ്ങി മുഖത്ത്. അപ്പോൾ സ്കിൻ കെയർ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട് എന്നെനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ വീണ്ടും സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞാൻ ലഞ്ചിന് കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഫ്രോസൺ പൊറോട്ടയും പിന്നെ ആദർശേട്ടൻ കൊണ്ടുതന്ന ബീഫ് സ്റ്റൂവും ആണ്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലെ ബൂസ്റ്റ് ഇട്ടാണ് പാൽ കുടിക്കുന്നത്. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയൊരു ചുരിദാറാണ് ഇടുന്നത്. ഇതാണ് പാൻറ്. ഞാനിങ്ങനെ ഈ ചുരിദാറും ഇന്ത്യൻ വെയറൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത് എൻ്റെ അവിടുത്തെ പേഷ്യൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും തന്നെ നാട്ടിൽ നിന്നുകൊണ്ടിരുന്ന ഡ്രസ്സാണ് ജോലിക്ക് ഇട്ടുകൊണ്ട് പോകാറ്. ഇങ്ങനെയാണ് ഞാൻ മുടി സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പം സമയം 9:34. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ മുടി എന്തായാലും ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പം പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഏത് എൻ്റെ റെഡിയാവുന്നതെന്നൊക്കെ പറഞ്ഞാൽ മുടി ഇട്ട് കണ്ണ് എഴുതുക, അത്രേ ഉള്ളൂ. ഞാൻ റെഡി ആവുമ്പം നാട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു വൈബാണ്. പക്ഷെ അല്ല, കാനഡയിൽ തന്നെയാണ്. നമുക്ക് നീ കുഞ്ഞുമുത്ത് അല്ലെങ്കിൽ കുഞ്ഞുമുത്തല്ല. പിങ്ക് ഒബ്സെസ്ഡ്. ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മളങ്ങനെ പോകാൻ ഇറങ്ങാണ്. ബാഗിലേക്ക് കുറച്ച് സാധനങ്ങളോട് എടുത്ത് വെക്കാനുണ്ട്. അതോടെ കഴിഞ്ഞാൽ തീർന്നു. നേരത്തെ പാക്ക് ചെയ്ത് വെച്ച ലഞ്ച് ഞാൻ അപ്പം തന്നെ ബാഗിലേക്ക് എടുത്ത് വെച്ചായിരുന്നു, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ അമാൻഡയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ചെറിയൊരു കോഫി മഗ്ഗാണ്. 2025. ഇത് എൻ്റെ ഐപാഡാണ്. ലെറ്റ്സ് ഗോ. ഞാനിന്നൊന്നും മറന്നുപോയിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം. എനിക്ക് കാല് ചെറുതായിട്ട് തണുക്കുന്നുണ്ട്, കാരണം നമ്മുടെ നാട്ടിലത്തെ ചുരിദാറിൻ്റെ പാൻ്റല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്. വലിയ മോശമില്ലാത്ത ടെമ്പറേച്ചറാണെന്ന് തോന്നുന്നു ഇന്ന്. അമ്പിളി പോലെയുണ്ട്, അമ്പിളി. ഇപ്പോൾ 9:53 ഞാനപ്പോൾ ജോലിക്ക് പോട്ടെ. അവിടെ ഇത് കാണാം. ഞാൻ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത് അമാൻഡയ്ക്ക് ഇന്ന് 10 മണിക്കാണ് ജോലി. അവൾക്ക് യൂഷ്വലി 8 മണിക്കാണ് ജോലി, പക്ഷേ ഇന്ന് അവൾക്ക് 10 മണിക്കാണ്. അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവിടുത്തെ പ്രൈവസിനെയും എൻ്റെ ജോലിനെയും ബാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള ഷോർട്സൊക്കെ എൻ്റെ കോഫി ബ്രേക്കിനും ലഞ്ച് ബ്രേക്കിനൊക്കെ എടുക്കുന്നതായിരിക്കും. You ordered it? Okay. It's so cute. Oh my god, it looks like an actual lemon, right? One has this little thing. I love it. Thank you. You're welcome. That's so sweet. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ ആദ്യത്തെ ബ്രേക്കിന് ഇറങ്ങും. ഞങ്ങൾ രണ്ടുപേരും യൂഷ്വലി ഒന്നിച്ചാണ് ബ്രേക്കിന് പോകാറ്. അതാകുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനും സമയമുണ്ട്, ഫുഡും ഷെയർ ചെയ്യാൻ പറ്റും. സ്നാക്കായിട്ട് ഞാൻ ചെറിയൊരു ചോക്ലേറ്റ് കുക്കിയാണ് എടുത്തത്. Let's look at the pictures. Shay, why am I speaking in English? Like, അവളെടുത്ത ഫോട്ടോസ് കണ്ടോ? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അവളൊരു അടിപൊളി ഫോട്ടോഗ്രാഫർ ആണെന്നുള്ളത്. തലേദിവസം പോയി എടുത്ത ഫോട്ടോസ് ഒക്കെ കാണിച്ചിരുന്നത്. മന്ത് എൻഡ് ആയതുകൊണ്ട് കുറേ പേപ്പർ വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2:30 ആയപ്പോൾ എൻ്റെ അടുത്ത ബ്രേക്ക്. വെള്ളം എടുത്തിട്ടുണ്ട്, ലഞ്ച് ബാഗ് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ഫോണുണ്ട്. ഇത്രയും സാധനങ്ങളായിട്ടാണ് ഞാൻ മുകളിൽ കയറി പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ട ഇതിന് മുന്നേ അവൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും സ്റ്റൂ ഇത് ആദ്യമായിട്ടാണ്.
അവൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊറോട്ട ഇതുപോലെ കീറി ചെറിയ പീസാക്കി കൊണ്ടുവന്നത്. It's good. It's like creamy. It's really nice. എല്ലാം മാതൃചേട്ടന്റെ കൈപ്പുണ്യം അല്ലാതെന്ത് പറയാൻ. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ഇതിന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്ന് ജോലിക്ക് വന്നപ്പം ഇവൾ ഈ കറിയെ പറ്റി ഒരു 100 ക്വസ്റ്റ്യൻസ് എന്നെടുത്ത് ചോദിച്ചു. അവസാനം കേരള സ്റ്റൂ ഉണ്ടാക്കുന്ന യൂട്യൂബ് വീഡിയോ എടുത്ത് കൊടുത്താണ് ഞാൻ വിട്ടേക്കുന്നത്. അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കറി. ഇനി എനിക്ക് ഷൂട്ട് ചെയ്യാലോ? Why? Now I can shoot. നല്ല കാറ്റുണ്ട്. ബാക്കിൽ വേറെ വണ്ടിയായിരുന്നു. ഫ്ലോറിലുള്ള ഫോട്ടോസും വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. അമാൻഡ രണ്ടാമത് വണ്ടി നിർത്തി വന്ന ഒരു കാര്യം സംസാരിക്കാനായിട്ട് വന്നതാണ്. എനിവേയ്സ് നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പുറത്ത് നല്ല കാറ്റായിരുന്നു. വൈകിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ന്യൂ ഇയർ ഈവ് ആണ്. പറ്റിയ മോള് ദിവ്യചേച്ചിയുടെ അടുത്ത് പോകണം. അവരുടെ ആനിവേഴ്സറി ആണെന്ന്, വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ പറ്റിയാൽ മുകളിലൊന്ന് പോകണം, എല്ലാവരെയും കാണാം, നേരിട്ട് കണ്ട് വിഷയൊക്കെ ചെയ്യണം. എന്നിട്ട് എന്താണ് ന്യൂ ഇയറിൻ്റെ പ്ലാൻസ് എന്ന് ചോദിച്ചിട്ട് നമ്മളെല്ലാവരോടും ഒന്നിച്ച് തീരുമാനിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന്. ദിവ്യചേച്ചിയുടെ ആനിവേഴ്സറി അല്ലേ, അപ്പോൾ നമ്മൾ മുകളിൽ പോയി കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പുറത്ത് പോകാനായിട്ട് എടുത്തിടട്ടെ, എന്നിട്ട് നമുക്ക് കടയിൽ പോവാം. ഗൈസ്, ഞങ്ങൾ സൂപ്പർ സ്റ്റോറിൽ വന്നു. ഞാനും രാഹുലും ഉണ്ട്. ഭയങ്കര തണുപ്പാണ്. അവൻ കാർട്ട് എടുക്കാൻ പോയേക്കുവാണ്. ഞാനാണെങ്കിൽ ഉള്ളിൽ ഏറ്റവും ചെറിയ ജാക്കറ്റ് കൊടുത്തോണ്ടാണ് വന്നേക്കണം. ഞാൻ ആദ്യം അകത്ത് കയറിട്ട് ഞാനകത്ത് കയറി, രാഹുലും കയറി. നമ്മൾക്ക് കേക്ക് വാങ്ങണം, പിന്നെ എനിക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്ക് പഴം എടുക്കണം. ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ലൈവ് ഫ്യൂച്ചർ പൊമ്മല്ലോ റെഡ്. ഇതെന്താ സാധനം? ബബ്ലൂസ് നാരങ്ങ പോലെ ഉണ്ട്, പക്ഷെ എന്താ സാധനം അറിയത്തില്ല. കേക്ക് ചെയ്ത് വാങ്ങണം എന്നുള്ളതിനകത്ത് കൺഫ്യൂസ്ഡ് ആണ്. ബാക്കി സാധനങ്ങളൊക്കെ ഒരുമാതിരി എടുത്ത് കഴിഞ്ഞു. നമ്മൾ ആരും ഒത്തിരി കേക്കൊന്നും കഴിക്കില്ലാത്തതായതുകൊണ്ട് ഇതിൽ ഈ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ചോക്ലേറ്റ് ഫഡ്ജും ഒന്ന് ടിരമിസും. ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനിലാണ്. അപ്പോൾ 10 മിനിറ്റിൽ കടയടയ്ക്കുമെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഫഡ്ജ് കേക്കാണ് എടുത്തത്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ചു പോവുകയാണ്. ഇനി ചെന്നിട്ട് അമലും ഉണ്ട്. ഇപ്പം നമ്മൾ 3 പേരും കൂടെ ചെന്നിട്ട് കേക്ക് മുറിക്കാൻ പോകുന്നു. കറിവേപ്പില വാങ്ങാനുണ്ടായിരുന്നേ, രാഹുലിന് കിട്ടിയില്ല. കട 8 മണിക്ക് അടയ്ക്കും. അവനെൻ്റെ അടുത്ത് കറക്റ്റ് നമുക്ക് 1 മിനിറ്റും കൂടെ ഉള്ളു കട അടയ്ക്കാൻ. എന്ത് പറ്റി രാഹുലെ? അടച്ച കട സമാധാനമായില്ല. ഞാൻ ഫോൺ വിളിച്ചപ്പം 2 പേർക്കും പനിയും ചുമയൊക്കെ ആയിട്ട് ആകെ വയ്യാതിരിക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒത്തിരി വൈകുന്നതിന് മുന്നേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ശശികല ചാർത്തിയ ദീപാവലിയും Congratulations and celebration. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but I was in the bad old days before I met you, and I let you walk into my heart. Tum 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 tum. Congratulations. Solo song and solo. Yeah. Beautiful Things. കണ്ണെഴുതിക്ക് വിചേട്ടൻ വരൂപ്പ. 24 കണ്ണെഴുതിക്ക് വിചേട്ടൻ ചവറൊക്കെ
ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരട്ടാ. രാഹുൽ ഇപ്പൊ ഒരു വാള് പറിച്ചിട്ട് വരും. സ്നോ. രാഹുൽ എന്നാലും അവിടെ പോയത് പറിച്ചെടുത്ത് തരും. നിലത്ത് ഒരു കഷ്ണം. ഞങ്ങളൊരു വലിയ കഷ്ണം പറിച്ചപ്പോ അത് അവിടെ നിന്ന് നിലത്ത് വീണു. ഒന്ന് സൈഡിലുണ്ടായിരുന്നു മുഴുവൻ നിലത്ത് വീണു. ഐസാണ് ഐസ്. ആ ഞാൻ കണ്ടതാ. ദിവ്യജിത്തിന്റെ സ്പെഷ്യൽ ബിരിയാണി അടിപൊളിയായിരുന്നു. ആനിവേഴ്സറി സ്പെഷ്യൽ ബിരിയാണി. ദിവ്യജീസിന്റെ അടുത്ത് പോയി വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ കയറിയേക്കാണ്. കാരണം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാൻ കടിച്ചു പിടിച്ച് നിന്നിട്ടാണ് ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത് തീർത്തത്. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറുവാണ്. ഇന്ന് റൈസും ജസ്റ്റ് ബിരിയാണി റൈസ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ബിരിയാണി അല്ല, റൈസും ബീഫുമാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഇതിൻ്റെ അകത്ത് ഞാൻ ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് കാണാത്തതാണ്. അതിൻ്റെ അകത്ത് ബീഫുണ്ട്. പിന്നെ അതാ TV കാണാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇനി തിരിച്ചെടുത്ത് മാറ്റണം. ഞാനിതിന് മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സാവധാനം ഉറങ്ങാൻ പോണതിന് തൊട്ട് മുന്നെയാണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ ഇത് കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട്, ന്യൂ ഇയർ അല്ലേ, വേറെ പരിപാടികളൊന്നുമില്ല, ഇപ്പോൾ ഒരു മൂവിയൊക്കെ കണ്ട് കുളിച്ചിട്ട് ഉറങ്ങാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു അടിപൊളി ഇയർ ആവട്ടെ 2025. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ മിക്കവാറും January 2 അല്ലെങ്കിൽ 3 പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ. വേറൊരു വീഡിയോയിൽ കാണാം.